Good morning. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓവർഹെഡിനെ കുറിച്ചാണ്. Overhead. Overhead constitute an important part in the total cost of a product or job. It refers to all costs which are of an indirect nature. Any cost which cannot be directly identified with any product or job forms a part of overhead. In other words, overhead refers to all costs other than prime cost. Overhead is the total of indirect material, indirect labor and indirect expense. Overhead is also known as on cost or burden. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കോസ്റ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുള്ളത്. അതായത് ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇത് മൂന്നിൻ്റെയും കോസ്റ്റ് കൂടി വരുന്നതാണ് നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് കോസ്റ്റിൻ്റെ ടോട്ടലിനെ നമ്മൾ പറയുന്ന പേരാണ് ഓവർഹെഡ്. അപ്പോൾ ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി ടോട്ടൽ ഓഫ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഏതൊക്കെ വരും? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇത് മൂന്നിൻ്റെയും ടോട്ടലിനെയാണ് നമ്മളപ്പം ഓവർഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റിൻ്റെ ടോട്ടലിനെ നമ്മൾ പ്രൈം കോസ്റ്റ് എന്നും ഇൻഡയറക്റ്റ് കോസ്റ്റിൻ്റെ ടോട്ടലിനെ നമ്മൾ ഓവർഹെഡ് എന്നാണ് പറയുന്നത്. ഓവർഹെഡിന് നമ്മൾ മറ്റൊരു പേര് കൂടിയുണ്ട്, ഓൺ കോസ്റ്റ് അല്ലെങ്കിൽ ബേർഡൻ എന്നൊരു പേരിലും കൂടി ഓവർഹെഡ് അറിയപ്പെടുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ജോബ് പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റുമായിട്ട് കോസ്റ്റ് ഡയറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓവർഹെഡ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ ഓവർഹെഡിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് നോക്കാം. അതിന് മുൻപ് ഒരു ഡെഫിനിഷൻ കൂടിയുണ്ട്. ഓവർഹെഡ് ഈസ് ഡിഫൈൻഡ് ആസ് എഗ്രിഗേറ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്റ്റ് വേജ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ICMA ലണ്ടൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് ലേബറും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസും കൂടി വരുന്നതാണ്. ഈ ഇൻഡയറക്റ്റ് വേജ് എന്ന് പറഞ്ഞാൽ വേജ് എന്ന് പറയുമ്പോൾ ലേബറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. എന്തൊക്കെയാണ് ഇനി ഓവർഹെഡിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഫോളോയിങ് ആർ ദി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഓവർഹെഡ്. ഓവർഹെഡ് ആർ ഇൻഡയറക്റ്റ് കോസ്റ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. അതായത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ഇവ മൂന്നും ചേരുന്നതാണ് ഓവർഹെഡ്. ദേ കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എനി പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. അത് നമുക്കറിയാം, ഒരു പർട്ടിക്കുലർ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ, അതായത് ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും, ഇത് മൂന്നും ഡയറക്റ്റ് ആയി നമുക്ക് നോക്കുന്ന സമയത്ത് തന്നെ ഒരു കോസ്റ്റ് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഓവർഹെഡ് നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്ററിലോ അല്ലെങ്കിൽ കോസ്റ്റ് യൂണിറ്റിലോ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. ദേ ആർ അപ്പോർഷൻഡ് ആൻഡ് ചാർജ്ഡ് ടു ഡിഫറെൻറ്റ് കോസ്റ്റ് സെൻറ്റേഴ്സ് ആൻഡ് കോസ്റ്റ് യൂണിറ്റ്. അത് ഒരു പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്ററിലും അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോർഷൻ ചെയ്തിട്ട് ഡിഫറെൻറ്റ് കോസ്റ്റ് സെൻറ്റേഴ്സിലും അതുപോലെ തന്നെ കോസ്റ്റ് യൂണിറ്റിലും നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട്. ദേ ആർ ദി ടോട്ടൽ ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് വേജ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദേ ആർ ഓഫൺ ചാർജ്ഡ് ടു കോസ്റ്റ് യൂണിറ്റ് ഓൺ ആൻ എസ്റ്റിമേറ്റഡ് ബേസിസ്. ചിലപ്പോൾ അത് നമ്മൾ കോസ്റ്റ് യൂണിറ്റിൽ ചാർജ് ചെയ്യുന്നത് ഒരു എസ്റ്റിമേറ്റഡ് ബേസിസിലാണ്. ഈ ഫീച്ചേഴ്സിൻ്റെ എക്സ്പ്ലനേഷൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്നുകൂടി പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇനി എന്തൊക്കെയാണ് ഓവർഹെഡ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് വരുന്നത് എന്നുള്ളത് നോക്കാം. ഓവർഹെഡ് ഈസ് indirect in character. Accordingly, it cannot be directly charged to any cost center or cost unit. Overhead expenses are apportioned and charged to various cost centers or cost unit. Every rupee spent as overhead should find a place in the total cost of a article. Overhead accounting is the system followed for linking overhead expenses to the cost of the finished output. അതായത് നമ്മൾ പറഞ്ഞു ഓവർഹെഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ സെൻറ്ററിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പക്ഷേ ഈ കോസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ചാർജ് ചെയ്യുകയും വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഓവർഹെഡ് അക്കൗണ്ടിങ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അതായത് ഓവർഹെഡ് എക്സ്പെൻസ് നമുക്ക് അപ്പോർഷൻ ചെയ്തിട്ട് ഓരോ കോസ്റ്റ് സെൻറ്ററിലും കോസ്റ്റ് യൂണിറ്റിലും നമുക്ക് ചാർജ് ചെയ്യണം.
ഇങ്ങനെ നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ കോസ്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് കോസ്റ്റിൻ്റെ മുകളിൽ വരുള്ളൂ. ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കോസ്റ്റിൻ്റെ മുകളിൽ നമുക്ക് ഓവർഹെഡ് കോസ്റ്റ് ആഡ് ചെയ്യണം. ഇനി എന്തൊക്കെ സ്റ്റെപ്സുകളാണ് നമുക്ക് ഓവർഹെഡ് അക്കൗണ്ടിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്. സെക്കൻഡ് വൺ, കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഓവർഹെഡ്. തേർഡ് വൺ, അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെന്റ് ഓഫ് ഓവർഹെഡ്. ഫോർത്ത് വൺ, റീഅപ്പോർഷൻമെന്റ് ഓഫ് ഓവർഹെഡ്. ഫിഫ്ത്ത് വൺ, അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. അപ്പോൾ ഓവർഹെഡ് അക്കൗണ്ടിങ്ങിൽ 5 സ്റ്റെപ്പുകളാണുള്ളത്. ഫസ്റ്റ് വരുന്നത് ഓവർഹെഡിനെ നമ്മൾ ഓരോന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുക. ക്ലാസിഫിക്കേഷൻ ഓവർഹെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആണോ, ഇൻഡയറക്റ്റ് ലേബർ ആണോ, എക്സ്പെൻസ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ക്ലാസിഫൈ ചെയ്തതിന് നമ്മൾ കോഡിഫിക്കേഷൻ ചെയ്യുന്നു. അതിനുശേഷം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്യും. അതുപോലെ തന്നെ അവിടുന്ന് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. ദെൻ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റീ അപ്പോർഷൻമെൻറ്റ്. അതായത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓവർഹെഡ് പിന്നീട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ റീ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് നമ്മൾ പറയുന്ന സ്റ്റെപ്പാണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. ഇത് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്. അതായത് ഓവർഹെഡിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓവർഹെഡിനെ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത് എലമെന്റ് വൈസ് ക്ലാസിഫിക്കേഷൻ. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഫംഗ്ഷൻ വൈസ് ക്ലാസിഫിക്കേഷൻ. തേർഡ് ക്ലാസിഫിക്കേഷൻ ബിഹേവിയർ വൈസ് ക്ലാസിഫിക്കേഷൻ. എലമെന്റ് വൈസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഏതൊക്കെ എലമെന്റ്സ് ഉള്ളത്? മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസസ്. അതായത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്നുള്ള ഓർഡറിൽ നമ്മൾ ഓവർഹെഡിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എലമെന്റ് വൈസ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്ന സമയത്ത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ റിഫേഴ്സ് ടു മെറ്റീരിയൽസ് which cannot be identified with any particular product or job. Such materials are incurred in general and their cost is apportioned to several products or job. Consumable stores, cotton waste, lubricating oil, repairing materials, etc. are examples of indirect material. നമുക്കറിയാം ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിലോ അല്ലെങ്കിൽ ജോബിലോ ഡയറക്റ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്ത മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ആ മെറ്റീരിയലൊക്കെ ജനറലായിട്ട് ഉണ്ടാകുന്ന മെറ്റീരിയലാണ്. അതായത് കോട്ടൺ വേസ്റ്റ്, ലൂബ്രിക്കൻ്റ് ഓയിൽ, മെറ്റീരിയൽ റിപ്പയർ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കിതൊക്കെ ഏത് ജോബിൻ്റെ കൂടെയാണെന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ പ്രോഡക്റ്റിലും ജോബിലും അപ്പോർഷൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്താണെന്ന് നിങ്ങളിവിടെ മനസ്സിലാക്കാം. നെക്സ്റ്റ് വരുന്നത് ഇൻഡയറക്റ്റ് ലേബർ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളത് തന്നെയാണ് ഇൻഡയറക്റ്റ് ലേബർ. ഇൻഡയറക്റ്റ് ലേബർ റെഫേഴ്സ് ടു ദി ലേബർ വിച്ച് കാനോട്ട് ബി ഐഡൻറ്റിഫൈഡ് വിത്ത് ആൻഡ് ചാർജ്ഡ് ടു എനി പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓർ ജോബ്. അതായത് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിലോ ജോബിലോ ഡയറക്റ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്ത ലേബറിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. ഈ ഇൻഡയറക്റ്റ് ലേബറിൻ്റെ കോസ്റ്റുകൾ നമ്മൾ ഡിഫറെൻറ്റ് പ്രോഡക്ട്സിലും ജോബിലും ചാർജ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് സൂപ്പർവൈസറിൻ്റെ സാലറി, സ്റ്റോർ കീപ്പറിൻ്റെ സാലറി, അതുപോലെ തന്നെ ടൈം കീപ്പർ, ക്ലീനിങ് സ്റ്റാഫ്, ഇവരുടെയൊക്കെ സാലറിയൊക്കെ ഇൻഡയറക്റ്റ് ലേബർ ചാർജിന് എക്സാമ്പിളാണ്. ഇവരൊക്കെ സൂപ്പർവൈസർ എന്ന് പറയുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാഫ് അല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോന്നിൻ്റെ ബേസിലും അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറയും. നെക്സ്റ്റ് വരുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് റെഫേഴ്സ് ടു ഓൾ എക്സ്പെൻസസ് വിച്ച് കാനോട്ട് ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എനി പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓർ ജോബ്. പർട്ടിക്കുലർ പ്രോഡക്റ്റിലോ ജോബിലോ ഡയറക്റ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്ത എക്സ്പെൻസിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് റെൻറ്റ്, ലൈറ്റിംഗ്, ഇൻഷുറൻസ്, ടെലിഫോൺ ചാർജ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ മെയിനായിട്ട് ഇതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, എന്താണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, എന്താണ് ഇൻഡയറക്റ്റ് ലേബർ, എന്താണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇതിൻ്റെ ചാർജിങ് അപ്പോർഷൻമെൻറ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നതാണ്
ഫസ്റ്റ് നമ്മളുടെ ക്ലാസിഫിക്കേഷൻ എലമെൻറ്റ് വൈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡ് ആയിരുന്നു. ഇനി നമ്മൾ ഓവർ ഹെഡിനെ ഫംഗ്ഷൻ വൈസ് ആണ് ക്ലാസിഫൈ ചെയ്യുന്നത് എങ്കിൽ അതിനെ നമുക്ക് പ്രൊഡക്ഷൻ ഓവർ ഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, സെല്ലിംഗ് ഓവർ ഹെഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എന്നിങ്ങനെ ഓവർ ഹെഡിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. Under this method, overhead is classified according to the function for it has been incurred. Overhead is classified into 4 categories: production overhead, administration overhead, selling overhead and distribution overhead. Production overhead അതിൻ്റെ മറ്റൊരു പേരാണ് factory overhead. It refers to all indirect costs incurred in connection with the manufacturing operations. It includes all indirect material, indirect labor and indirect expenses incurred in factory. Factory rent, repairs and maintenance of factory building, plant and machinery, depreciation of factory building and plant and machinery, power, drawing of office expenses, etc. are examples of factory overhead. Factory overhead എന്ന് പറയുന്ന സമയത്ത് ഫാക്ടറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് വരുന്നതാണ് ഫാക്ടറി ഓവർഹെഡ്. അപ്പോൾ ഫാക്ടറി പ്രൊഡക്ഷൻ ഓവർഹെഡ് അല്ലെ ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുമ്പം ജസ്റ്റ് സിമ്പിളാണ്. ഫാക്ടറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആകാം, ലേബർ കോസ്റ്റ് ആകാം, അല്ലെങ്കിൽ അതർ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം കൂടി ചേരുന്നതാണ് ഫാക്ടറി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാക്ടറി റെൻറ്റ് അത് പ്രൊഡക്ഷനുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല, അത് പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സോ അത് ഫാക്ടറി ഓവർഹെഡിലാണ് വരിക. അതുപോലെ തന്നെ റിപ്പയർസ് ഇതൊക്കെ തന്നെ ഫാക്ടറി ഓവർഹെഡിൽ വരുന്നതാണ്. നെക്സ്റ്റ് administration overhead. Administration overhead refers to all indirect expenses incurred in connection with the general administration of the concern. It includes all costs incurred for formulation and implementation of the policy of the concern. Office salary, postage and telegram, legal expenses, office lighting and heating, rent of office building, depreciation and repairs of office building, etc. are examples of administration overhead. Administration overhead എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓഫീസിൽ ഉണ്ടാവുന്ന ജനറൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളുടെ ടോട്ടലിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഫീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളുടെയും എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസും എല്ലാ ഓവർഹെഡും ഓഫീസ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഓവർഹെഡിൻ്റെയും കൂടി കോമ്പിനേഷനാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേതൊക്കെ വരുന്നുണ്ട്? ഓഫീസ് സാലറി വരുന്നുണ്ട്, പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം വരുന്നുണ്ട്, ലീഗൽ എക്സ്പെൻസ് വരുന്നുണ്ട്, ഓഫീസ് ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, റെൻറ്റ്, ഇങ്ങനെ ഓഫീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ഒക്കെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിൽ വരും. നെക്സ്റ്റ് സെല്ലിംഗ് ഓവർഹെഡ്. അപ്പോൾ സെയിൽസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും അതായത് ആണ് നമ്മളുടെ സെല്ലിംഗ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന എല്ലാ മെത്തേഡുകളുമാണ് നമ്മുടെ ഏത് ഓവർഹെഡിൽ വരുന്നത്? സെല്ലിംഗ് ഓവർഹെഡിൽ വരുന്നത്. ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. It refers to all expenses incurred for attracting customers towards products of the concern. It includes creating and retaining demand for products, salaries of sales manager and staff, traveling expenses, advertisement and publicity, cost of samples, free gift, bad debt are examples of. അപ്പോൾ സെല്ലിംഗ് ഓവർഹെഡ് എന്ന് പറയുന്ന സമയത്ത് സെയിൽസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന സാലറി ടു സെയിൽസ് മാനേജർ, അതുപോലെ തന്നെ ട്രാവലിംഗ് എക്സ്പെൻസ്, അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് പബ്ലിസിറ്റി, കോസ്റ്റ് ഓഫ് സാമ്പിൾസ് ആൻഡ് ഫ്രീ ഗിഫ്റ്റ്, ബാഡ് ഡെപ്റ്റ്, ഇതെല്ലാം തന്നെ സെല്ലിംഗ് ഓവർഹെഡിൽ വരുന്നതാണ്. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് റിഫേഴ്സ് ടു ഓൾ എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ ഡെലിവറിങ് ഗുഡ്സ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് കൺസ്യൂമേഴ്സ്.
packing expenses, warehousing expenses, transport charge, expenses of delivery van, etc. are examples of distribution overhead. അതായത് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറയുന്ന സമയത്ത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്? ഗുഡ്സ് കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ള എക്സ്പെൻസുകളെല്ലാമാണ് ഇതിൽ വരുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിൽ വരുന്നത്. അതിലുള്ളതാണ് പാക്കിംഗ് എക്സ്പെൻസ്, വെയർ ഹൗസിങ് എക്സ്പെൻസ്, ട്രാൻസ്പോർട്ട് ചാർജ്, അതുപോലെ തന്നെ ഡെലിവറി വാനുമായിട്ട് റിലേറ്റ് ഉള്ളതുള്ള എക്സ്പെൻസുകളൊക്കെ തന്നെ അതിൽ വരുന്നതാണ്. അപ്പം നമ്മൾ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പ്രൊഡക്ഷൻ ഓവർഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, സെല്ലിംഗ് ഓവർഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്നിങ്ങനെയാണ് 4ആയിട്ട് നമ്മൾ ഓവർഹെഡിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഈ 4എണ്ണവും വരുന്നത്, അതായത് പ്രൊഡക്ഷൻ ആകുമ്പോൾ പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളൊക്കെയാണ് പ്രൊഡക്ഷൻ ഓവർഹെഡിൽ വരുന്നത്. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ന് പറയുന്ന സമയത്ത് എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റുകളും, ഓഫീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റുകളുമാണ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിൽ വരുന്നത്. സെല്ലിംഗ് ഓവർഹെഡിൽ സെയിൽസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന എക്സ്പെൻസുകളാണ് വരുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിൽ അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന എക്സ്പെൻസുകളാണുള്ളത്. ഇനി തേർഡ് ക്ലാസിഫിക്കേഷൻ ആണ് ഓവർഹെഡിൻ്റെ ബിഹേവിയറൽ ക്ലാസിഫിക്കേഷൻ, ബിഹേവിയർ വൈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്. നമ്മൾ 2 ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് ഡിസ്കസ് ചെയ്തത്, എലമെൻറ്റ് വൈസ് ക്ലാസിഫിക്കേഷനും ഫങ്ഷൻ വൈസ് ക്ലാസിഫിക്കേഷനും. ഇനി മൂന്നാമത് വരുന്നതാണ് ബിഹേവിയർ വൈസ് ക്ലാസിഫിക്കേഷൻ. ബിഹേവിയർ വൈസ് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഓവർഹെഡിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഫിക്സഡ് ഓവർഹെഡ്, വേരിയബിൾ ഓവർഹെഡ് ആൻഡ് സെമി വേരിയബിൾ ഓവർഹെഡ്. ഫിക്സഡ് ഓവർഹെഡ്, ഇറ്റ് refers to the overhead which remains unchanged with the change in the volume of output. It remains fixed for all level of production within a given range of activity. As output increases, the fixed overhead per unit decreases. Rent of building, salary of general manager, insurance, audit fee, bank charge, etc. are examples of fixed overhead. ഫിക്സഡ് ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ വോളിയം കൂടിയാൽ അത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക ചെയ്യുന്നത്, ഒരു സെയിം ലെവലിൽ തന്നെ നിൽക്കുന്ന ഓവർഹെഡിനെയാണ് നമ്മൾ ഫിക്സഡ് ഓവർഹെഡ് എന്ന് പറയുന്നത്. അതായത് ഔട്ട്പുട്ട് കൂടുന്ന സമയത്തും കുറയുന്ന സമയത്തും ഒന്നും തന്നെ ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യില്ല, അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഓവർഹെഡിനെയാണ് നമ്മൾ ഫിക്സഡ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ 500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് എനിക്കുള്ളത്. അതിൻ്റെ റെൻറ്റ് 50,000 രൂപയാണ്. അപ്പം ഞാൻ ആ പ്ലാന്റിൽ അടുത്ത മാസം മുതൽ 600 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴും എൻ്റെ റെൻറ്റ് കൂടില്ല, റെൻറ്റ് അപ്പോഴും എത്ര തന്നെയാണ് ഉണ്ടാകുക, 50,000 രൂപ തന്നെയായിരിക്കും ഉണ്ടാവുക. അങ്ങനെ എപ്പോഴും ഫിക്സഡ് ആവുന്ന ഓവർഹെഡിനെയാണ് നമ്മൾ ഫിക്സഡ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് കൂടിയാലും കുറഞ്ഞാലും ഓവർഹെഡിൻ്റെ കോസ്റ്റിന് യാതൊരുവിധ ചേഞ്ചും ഇല്ല, അത് എപ്പോഴും ഒരേ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫിക്സഡ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വേരിയബിൾ ഓവർഹെഡ്. വേരിയബിൾ ഓവർഹെഡ് refers to overhead which varies directly with the change in the volume of output. It changes along with the change in the volume of production. Variable overhead per unit remains same for all level of output. Indirect material, indirect labor, fuel and power, lighting and heating, packaging charges, etc. are examples of variable overhead. Variable overhead എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ചേഞ്ച് ആവുന്ന സമയത്ത് വേരി ചെയ്യുന്ന ഓവർഹെഡിനെയാണ് നമ്മൾ വേരിയബിൾ ഓവർഹെഡ് എന്ന് പറയുന്നത്. വേരിയബിൾ ഓവർഹെഡിൻ്റെ യൂണിറ്റ് കോസ്റ്റ് സെയിം ആയിരിക്കും, പക്ഷെ അതിന് ടോട്ടൽ കോസ്റ്റ് വരുന്ന സമയത്ത് അത് മാറിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഓവർഹെഡാണ് നമ്മൾ വേരിയബിൾ ഓവർഹെഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ 500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം സമയത്ത് പാക്കേജിങ്ങിന് വേണ്ടി 1 രൂപ ചിലവാക്കുന്നുണ്ടെന്ന് വിചാരിക്കൂ. അപ്പോൾ 500 യൂണിറ്റിന് എനിക്ക് 500 രൂപയാണ് പാക്കേജിന് വേണ്ടിയിട്ട് പാക്കിംഗ് ചാർജ് ആയിട്ട് ചിലവായിട്ടുള്ളത്. ഞാനിപ്പോൾ 600 യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്താൻ തീരുമാനിക്കുമ്പോൾ എൻ്റെ യൂണിറ്റ് കോസ്റ്റ് ചേഞ്ച് ചെയ്തു. 600 യൂണിറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തന്നെ പാക്കിംഗ് ചാർജും എത്രയായി മാറി, 600 രൂപയായിട്ട് മാറി. അപ്പോൾ അങ്ങനെ
യൂണിറ്റ് കോസ്റ്റ് സെയിം ആണ് ഉണ്ടാവുന്നത്, പക്ഷേ ടോട്ടൽ കോസ്റ്റ്, അതായത് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് 1 രൂപ തന്നെയാണ് വരുന്നത്, പക്ഷേ ടോട്ടൽ കോസ്റ്റ് വേരി ചെയ്യുന്നുണ്ട്. എൻ്റെ ടോട്ടൽ കോസ്റ്റ് 600 രൂപയായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ വേരി ചെയ്യുന്ന കോസ്റ്റിനാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് വേരിയബിൾ ഓവർ ഹെഡ് പെർ യൂണിറ്റ് റിമെയിൻ സെയിം, യൂണിറ്റ് കോസ്റ്റ് സെയിം ആയിരിക്കും ഫോർ ഓൾ ലെവൽസ് ഓഫ് ഔട്ട്പുട്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സെമി വേരിയബിൾ ഓവർ ഹെഡ്. സെമി വേരിയബിൾ ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദി ഓവർ ഹെഡ് വിച്ച് ഈസ് പാർട്ട്ലി ഫിക്സഡ് ആൻഡ് പാർട്ട്ലി വേരിയബിൾ. സച്ച് എക്സ്പെൻസസ് വേരി വിത്ത് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ബട്ട് നോട്ട് ഇൻ ഇൻഡയറക്റ്റ് പ്രപ്പോർഷൻ. A part of the semi-variable overhead remains fixed while other part varies with the change in the volume of output. It is also called semi-fixed overhead. Telephone charge, repairs and maintenance, salary of supervisors, etc. are examples of semi-variable overhead. Semi-variable overhead എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ലി ഫിക്സഡും അതുപോലെ പാർട്ട്ലി വേരിയബിളും ആയിട്ടുള്ള ഓവർഹെഡിനെയാണ് നമ്മൾ സെമി വേരിയബിൾ ഓവർഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ സെമി വേരിയബിൾ ഓവർ ഹെഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ 2 എക്സ്പെൻസുകൾ ഉണ്ടാകും, അതായത് ഫിക്സഡ് കോസ്റ്റും ഉണ്ടാകും വേരിയബിൾ കോസ്റ്റും ഉണ്ടാകും. അതിന് എക്സാമ്പിളാണ് ടെലിഫോൺ ചാർജ് എന്ന് പറയുന്നത്. ടെലിഫോൺ ചാർജിൽ നമ്മൾ നോക്കിയാൽ ഒരു മിനിമം ഫിക്സഡ് എമൗണ്ട് നമ്മൾ എപ്പോഴും കൊടുക്കണം, യൂസ് ചെയ്താലും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഫിക്സഡ് എമൗണ്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തതിൻ്റെ ഒരു ബില്ല് കൂടി വരും. അപ്പോൾ അതിൽ വേരിയബിൾ കോസ്റ്റും കൂടി വന്നിട്ടുണ്ട്, അതായത് നമ്മൾ ഒരു യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കോസ്റ്റ് ചേഞ്ച് വരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഉപയോഗിച്ചാലും ഒരു ഫിക്സഡ് എമൗണ്ട് കൊടുക്കുകയും ചെയ്യണം. ഇലക്ട്രിസിറ്റി ബില്ലും അങ്ങനെ തന്നെയാണ്, നമ്മളൊരു പർട്ടിക്കുലർ ചാർജ് ഉപയോഗിച്ചാലും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും കൊടുക്കണം. പ്ലസ് നമ്മൾ അഡീഷണൽ യൂണിറ്റ് യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് എക്സ്ട്രാ എമൗണ്ട് കൂടി വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ഓവർ ഹെഡിനെയാണ് നമ്മൾ സെമി വേരിയബിൾ ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഓവർ ഹെഡിൻ്റെ ക്ലാസിഫിക്കേഷൻ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡ് ആണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്ലാസിഫിക്കേഷൻ 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു? ഫംഗ്ഷൻ വൈസ് ക്ലാസിഫിക്കേഷൻ, എലമെൻറ്റ് വൈസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ബിഹേവിയർ വൈസ് ക്ലാസിഫിക്കേഷൻ. ഫംഗ്ഷൻ വൈസ് ക്ലാസിഫിക്കേഷനിൽ അതായത് ഫംഗ്ഷൻ വൈസ് ക്ലാസിഫിക്കേഷനിലാണ് നമ്മൾ പ്രൊഡക്ഷൻ, അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ബിഹേവിയറിലാവുന്ന വേരിയബിൾ, സെമി വേരിയബിൾ ആൻഡ് ഫിക്സഡ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നു. എലമെൻറ്റിൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ഓവർ ഹെഡിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, ഓവർ ഹെഡിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഓവർ ഹെഡ്. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത ഓവർ ഹെഡിനെ കോഡിഫൈ ചെയ്യുക, അതുപോലെ തന്നെ കളക്ട് ചെയ്യുക. ആഫ്റ്റർ ക്ലാസിഫൈങ് ഓവർ ഹെഡ് എക്സ്പെൻസസ് ഓൺ സ്യൂട്ടബിൾ ബേസിസ്, they have to be collected under appropriate expense headings. Expenses of similar nature are grouped together and collected under a separate heading. Grouping of overhead expenses facilitate collection of overhead and their control. For example, salary paid to different persons are collected under salary account. All rent paid during a period are collected under rent account, etc. അതായത് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ക്ലാസിഫൈ ചെയ്ത ഐറ്റത്തിനെ എല്ലാം നമ്മൾ സെയിം ഹെഡിലേക്ക് നമ്മൾ കോഡിഫൈ ചെയ്യുന്നതിനെയാണ് സെയിം ഹെഡിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഓരോ എക്സ്പെൻസിനും സെപ്പറേറ്റ് ഹെഡിങ്ങിലേക്ക് നമ്മൾ മാറ്റുക. ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലെ റെൻറ്റിനെ നമ്മൾ റെൻ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഹെഡിലേക്ക് മാറ്റുന്നു. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പേഴ്സൺസിന് കൊടുക്കുന്ന സാലറി നമ്മൾ സാലറി അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. അങ്ങനെ നമ്മൾ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ഹെഡിലേക്ക് ക്ലാസിഫൈ ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതായത് ക്ലാസിഫൈ ചെയ്ത അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ കോഡിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. കോഡിഫൈ ചെയ്യുന്നത് നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സെപ്പറേറ്റ് അക്കൗണ്ടിങ് ഹെഡിങ്സ് ആർ യൂസ്ഡ് ഫോർ കളക്ടിങ് ഫാക്ടറി ഓവർഹെഡ്, administration overhead and selling and distribution overhead. These account headings are given a code number for easy identification. The process of allotting code numbers to the various account heading is called codification of overhead. നമ്മൾ ക്ലാസ് ചെയ്യുന്ന അക്കൗണ്ട്സിനൊക്കെ നമ്മൾ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു കോഡ് നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന
കോഡ് നമ്പർ കൊടുക്കുന്നതിനെയാണ് നമ്മൾ കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ കോഡ് നമ്പർ കൊടുക്കുന്നത് നമുക്ക് അവരെ ഈസിലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളവയെ ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് ഒരു കോഡ് നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ പ്രോസസ് ഓഫ് അലോട്ടിങ് കോഡ് നമ്പേഴ്സ് ടു വേരിയസ് അക്കൗണ്ട് ഹെഡിങ് ഈസ് കോൾഡ് കോഡിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്. ദി കോഡ് നമ്പർ അസൈൻഡ് ടു ഫാക്ടറി ഓവർഹെഡ് ആർ നോൺ ആസ് സ്റ്റാൻഡിംഗ് ഓർഡർ നമ്പർ. ഇങ്ങനെ ഫാക്ടറി ഓവർഹെഡിന് നമ്മൾ അലോട്ട് ചെയ്യുന്ന കോഡ് നമ്പറിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാൻഡിംഗ് ഓവർഹെഡ് നമ്പർ. ആൻഡ് കോഡ് നമ്പേഴ്സ് അസൈൻഡ് ടു അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആർ നോൺ ആസ് കോസ്റ്റ് അക്കൗണ്ട് നമ്പർ. ഫാക്ടറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓവർഹെഡ് എക്സ്പെൻസിന് കോഡ് കൊടുക്കുന്നതിന് നമ്മൾ പറയുന്നതാണ് സ്റ്റാൻഡിംഗ് ഓർഡർ നമ്പർ. ബാക്കി വരുന്ന സെല്ലിങ്, ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് കോസ്റ്റ് അക്കൗണ്ട് നമ്പർ. അങ്ങനെ ഫാക്ടറി ഓവർഹെഡ് ആർ കളക്റ്റഡ് അണ്ടർ സ്റ്റാൻഡിംഗ് ഓർഡർ നമ്പേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആർ കളക്റ്റഡ് അണ്ടർ ദി ഹെഡ് കോസ്റ്റ് അക്കൗണ്ട് നമ്പർ. The process of collecting overhead expenses under suitable account heading. ഈ സ്യൂട്ടബിൾ അക്കൗണ്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് സ്റ്റാൻഡിംഗ് ഓർഡർ നമ്പർ ആകാം, അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഓർഡർ ആകാം. അതിനെയാണ് നമ്മൾ കളക്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. Overhead are collected from several sources such as purchase journal and invoices, stores requisitions, wage analysis book, cash book, journal proper, etc. Under this step, all overhead expenses are brought under suitable account headings. നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കോഡിഫിക്കേഷൻ ആണ്. കോഡിഫൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർഹെഡിന് നമ്മൾ ഒരു കോഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ ഹെഡിലേക്ക് അതിനെ ക്ലാസിഫൈ ചെയ്തതിന് ശേഷം ആ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഓരോ ഹെഡിനും ഒരു കോഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കോഡ് കൊടുക്കുന്ന സമയത്ത് അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷനും ഒക്കെ കൊടുക്കുന്ന കോഡിനെ നമ്മൾ പറയുന്ന പേര് കോസ്റ്റ് അക്കൗണ്ട് നമ്പേഴ്സ് എന്നും, ഫാക്ടറി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളൊക്കെ നമ്മൾ പറയുന്നതാണ് സ്റ്റാൻഡിംഗ് ഓർഡർ നമ്പർ എന്നും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്. ക്ലാസിഫൈ ചെയ്തു, ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ കോഡിഫിക്കേഷനൊക്കെ നടത്തിയതിന് ശേഷം മൂന്നാമത് വരുന്ന സ്റ്റെപ്പാണ് അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്. ഓവർഹെഡിനെ അലോക്കേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. അതിന് നമ്മൾ മറ്റൊരു പേര് കൂടി പറയുന്നുണ്ട് ഈ സ്റ്റെപ്പിന്. അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡിനെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് കൂടി പറയുന്നുണ്ട്. ദി തേർഡ് സ്റ്റെപ്പ് ഇൻ ഓവർഹെഡ് അക്കൗണ്ടിങ് ഈസ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർഹെഡ്. After all items of overheads are collected under suitable heading, the next step is to distribute the overhead to various departments of the concern. The process of distributing overhead collected under suitable heading to the various departments of the concern is known as departmentalization of overhead. ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ അല്ലെങ്കിൽ അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡിൽ വരുന്നത്, നമ്മൾ ആദ്യം തന്നെ ഓവർഹെഡിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ക്ലാസിഫൈ ചെയ്യും കോഡിഫൈ ഒക്കെ ചെയ്തില്ലേ. ഈ ഓവർഹെഡിനെ നമ്മൾ ഓർഗനൈസേഷനിലെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. അതായത് കളക്ട് ചെയ്തിട്ടുള്ള ഓവർഹെഡിനെ സ്യൂട്ടബിൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പാണ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഒരു കൺസേണിനുള്ളത്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള എക്സ്പെൻസുകൾ നമ്മൾ വീണ്ടും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുകയുമാണ് ചെയ്യുക. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ വിച്ച് ആക്ച്വൽ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് ടേക്ക് പ്ലേസ്. ഫിനിഷ്ഡ് ഔട്ട്പുട്ട്സ് കം ഔട്ട് of production department. Service departments are departments which do not undertake any manufacturing operations but provide services to other department. Departmentalization of overhead refers to distribution of overhead to production as well as service department. Okay. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഓവർഹെഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ അതല്ലെങ്കിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ ഡിവൈഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ അലോട്ട് ചെയ്തിട്ടുള്ളത് പിന്നീട് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഗെയിൻ ചാർജ് ചെയ്യും. ഓക്കെ.
ഇനി allocation of overhead. Allocation refers to the process of charging whole amount of overhead item to a particular department or cost center. Allocation becomes possible only when overhead item can be identified with a particular department. Wage of foreman, depreciation of plant and machinery, electricity charges, etc. are examples of allocation of overhead. അതായത് നമ്മൾ മുഴുവൻ ഓവർഹെഡും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്ററിലേക്കോ ചാർജ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഒരു ഓവർഹെഡ് എക്സ്പെൻസ് നമുക്ക് ഈസിലി ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളതാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിൽ നമുക്ക് ആ ഓവർഹെഡിനെ ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡയറക്റ്റ് ആയിട്ട് അലോട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ അലോട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ അലോക്കേഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓവർഹെഡിനെ ചാർജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ നടക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചാർജ് ചെയ്യുന്നതിനെയാണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അത് അലോക്കേഷനിലൂടെയോ അല്ലെങ്കിൽ അപ്പോർഷൻമെൻറ്റിലൂടെയോ ആണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഈസിയാണ്. അതായത് ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലെ കോസ്റ്റ് ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് മുഴുവനായിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ അലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോർഷൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ സെവറൽ ഡിപ്പാർട്ട്മെൻറ്റിൽ സ്യൂട്ടബിൾ ബേസിസിൽ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക, ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് when an item of overhead cannot be identified with any particular department, it is distributed to several departments on some suitable basis. Apportionment is done when allocation is not possible. Apportionment of overhead calls for selection of appropriate basis for various items of overhead and distribution amount of overhead to various departments according to the selected basis. Rent and rates, managerial salary, repairs and maintenance, insurance, etc. are examples of expenses which are apportioned to various departments. Apportionment എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോക്കേഷൻ പോസിബിൾ ആവാത്ത സ്ഥലത്താണ് അപ്പോർഷൻമെൻറ്റ് നടക്കുന്നത്. അലോക്കേഷൻ പോസിബിൾ ആവാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മുടെ എന്ത് നടക്കുന്നത്, അപ്പോർഷൻമെൻറ്റ് നടക്കുന്നത്. അതായത് അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് കോസ്റ്റിനെ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സ്യൂട്ടബിൾ ബേസിസിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ഈ കോൺസെപ്റ്റിൻ്റെ ഒക്കെ പ്രോബ്ലം വെച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ ഒന്നുകൂടി പറയും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാവുന്നതാണ്. ഇനി എന്തൊക്കെയാണ് അലോക്കേഷനും അപ്പോർഷൻമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കാം. ഫോളോയിങ് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ്. Allocation refers to charging of all item of overhead to a particular department. On the other hand, apportionment refers to charging of portion of item of an overhead to different department. Allocation എന്ന് പറഞ്ഞാൽ മുഴുവൻ ഓവർഹെഡും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചാർജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ പോർഷനായിട്ട് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓവർഹെഡ് കോസ്റ്റുകൾ ചാർജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അലോക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മുഴുവൻ കോസ്റ്റും ചാർജ് ചെയ്യുക. അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കോസ്റ്റുകൾ പ്രപ്പോർഷനായിട്ട് ചാർജ് ചെയ്യുക. അലോക്കേഷൻ നീഡ് നോ ബേസ് വേറെസ് അപ്പോർഷൻമെൻറ്റ് നീഡ് സ്യൂട്ടബിൾ ബേസ്. അലോക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മുഴുവനായിട്ട് ചാർജ് കൊടുക്കുകയായിരിക്കുന്നത്. അപ്പം നമുക്കൊരു പ്രത്യേകിച്ച് ഒന്നിൻ്റെ ബേസിലും ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ അപ്പോർഷൻ ചെയ്യുമ്പം, അതായത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സ്യൂട്ടബിൾ ബേസിൻ്റെ മുകളിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ദി ഐറ്റം ഓഫ് ഓവർഹെഡ് ഈസ് നോട്ട് ഡിവൈഡഡ് അണ്ടർ അലോക്കേഷൻ വേർ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു പാർട്സ് അണ്ടർ അപ്പോർഷൻമെൻറ്റ്. അലോക്കേഷനിൽ നമ്മൾ ഓവർഹെഡ് ഐറ്റംസ് ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഡിവൈഡ് ചെയ്യുന്നില്ല. ദി ഐറ്റം ഓഫ് ഓവർഹെഡ് ഈസ് നോട്ട് ഡിവൈഡഡ് അണ്ടർ അലോക്കേഷൻ where it is divided into parts under apportionment. ഇത് നേരത്തെ പറഞ്ഞതിൻ്റെ സബ് തന്നെയാണ് വരുന്നത്. Under allocation, overhead can be identified with a particular department, but under apportionment it cannot be identified with a particular department.
Allocation is a direct process whereas apportionment is an indirect process. Allocation എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് അത് ഡയറക്റ്റ് ആണ്. അപ്പോർഷൻമെന്റ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആണ്. Allocation is the first process. Allocation ആണ് ഫസ്റ്റ് പ്രോസസ്സ്. Apportionment is restored to when allocation is not possible. നമ്മൾ ആദ്യം അലോക്കേഷൻ ചെയ്യാനാണ് ശ്രമിക്കുക. അലോക്കേഷൻ നടക്കാത്ത സമയത്ത് മാത്രമേ നമ്മൾ അപ്പോർഷൻമെന്റ് അഡോപ്റ്റ് ചെയ്യുള്ളൂ.